നോമോഫോബിയ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനാണ്. വല്ലാതെ അമിതമായിട്ടുള്ള മൊബൈലിൻ്റെ ഉപയോഗം മൂലം അഡിക്ഷനിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് പേര് ഈ നോമോഫോബിയയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അമ്മ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ച് മാറ്റിക്കൊണ്ട് പോകുന്നു. കൊച്ചൊരു ക്രിക്കറ്റ് ബാറ്റായിട്ട് വന്നിട്ട് അമ്മയ്ക്ക് തലക്കടിക്കുകയാണ്. തലക്കടിച്ച് അമ്മ ബോധരഹിതയായി വീഴുന്നു. കൊച്ചത് മൈൻഡ് ചെയ്യുന്നില്ല, മൊബൈൽ എടുത്തുകൊണ്ട് പോകുന്നു. സോ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല, മൊബൈൽ 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 ഇതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്മാർട്ട് ഫോൺ ഇത്തിരി നേരം ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇതാണ് നോമോഫോബിയ എന്ന് പറഞ്ഞാൽ. കുട്ടികളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. അവരിൽ നിന്ന് എത്രയും പെട്ടെന്ന് ചെറിയ കുട്ടികളിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറ്റിവെക്കുക. വലുതാകും തോറും കറക്റ്റായിട്ടത് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് അവരെ പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ എങ്ങനെ തരണം ചെയ്യാനായിട്ട് പറ്റും നോമോഫോബിയ? സോ കൗൺസിലിംഗ് വളരെ എമർജൻസിയാണ്. ഇതിൻ്റെ അകത്ത് ഒരു നോമോഫോബിയയ്ക്കായി മാറിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതം കൈവിട്ടു പോകുന്ന അറിയില്ല. നമുക്കറിയാം, ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തി എങ്ങനെ പെരുമാറുന്നു അതേപോലത്തെ സ്റ്റൈലിലേക്ക് ആൾ മാറുന്നുണ്ട്. സ്വന്തപ്പെട്ടവരുടെ അടുത്തു നിന്ന്, പ്രിയപ്പെട്ടവരുടെ അടുത്തു നിന്നൊക്കെ ഇദ്ദേഹം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ജീവിതം തന്നെ പതുക്കെ പതുക്കെ കൈവിട്ടു പോവുകയാണ്. സോ എത്രയും പെട്ടെന്ന് നല്ലൊരു കൗൺസിലിങ്ങിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റെപ്സ് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കൊച്ചുകുട്ടികൾ അഡിക്റ്റ് ആണെങ്കിൽ മാതാപിതാക്കൾ നമ്മുടെ പുസ്തകങ്ങളൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാനായിട്ടും അവരിൽ നിന്ന് മാറ്റാനൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ ഒരുപാട് ടിപ്സ് ഉണ്ട്, നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഇത് കാണുന്ന എല്ലാവർക്കും മൊബൈൽ ഫോൺ സ്മാർട്ടായിട്ട് നമ്മൾ വേണം ഉപയോഗിക്കാനായിട്ട്. മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.